ഗോൾഡ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് യെസ് ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന യൂണിക് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് ഗോൾഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യുന്ന ട്രാൻസാക്ഷനൊക്കെ നമുക്ക് 1% ഗോൾഡാണ് കിട്ടുന്നത്. ഡിജിറ്റൽ ഗോൾഡാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഈ കാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, എങ്ങനെയാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യുക, ആർക്കൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം. 21 വയസ്സ് മുതൽ 60 വയസ്സുള്ള ആൾക്കാർക്കാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആൾക്കാർക്ക് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സാലറിഡ് ആയ ആൾക്കാർക്ക് 25,000 മേലെയാണ് മന്ത്ലി ഇൻകം വേണ്ടത്. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ 7 ലക്ഷത്തിന് മേലെ നമുക്ക് ഒരു വർഷം ITR നമ്മൾ ഫയൽ ചെയ്യണമെങ്കിൽ അതും കൂടി സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. യൂണി ഗോൾഡെക്സ് ആൻഡ് NX കാർഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ KYC ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ കാർഡ് കിട്ടുന്നതായിരിക്കും. ഓഗ്മൗണ്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് തരുന്നത്. നമുക്ക് ഈ ഓഗ്മൗണ്ട് വഴി അല്ലാതെ നമുക്ക് ഗോൾഡ് മേടിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഈ ഗോൾഡിന് വേണമെങ്കിൽ ഫിസിക്കൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ കാർഡിൽ വരുന്നുണ്ട്. ഈ യൂണി ആപ്ലിക്കേഷനിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് പ്രൈം ക്യാഷ് എന്ന ഫെസിലിറ്റിയും കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. 12% ഇൻട്രസ്റ്റ് മുതലാണ് നമുക്ക് ലോൺസ് ഒക്കെ അപ്രൂവ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴി നമ്മൾ കൂടുതൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കാർഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കൂടി നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നമുക്ക് തരുന്നതായിരിക്കും. നമുക്കിനി കാർഡിൻ്റെ ഹൈലൈറ്റ് ഫീച്ചേഴ്സ് തന്നെ നോക്കാം. അൺലിമിറ്റഡ് ആയിട്ടുള്ള 1% ഗോൾഡാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് കിട്ടുന്നത്. അതുപോലെ UPI ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയും 1% ഗോൾഡ് കിട്ടുന്നുണ്ട്. റുപ്പേ കാർഡ് വഴി നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ ഫീച്ചർ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് ഇതിൻ്റെ ഫോറക്സ് മാർക്കപ്പ് ഫീ ആണ്. 0% ആണ് നമുക്ക് ഫോറക്സ് ചാർജ് വരുന്നത്. അപ്പോൾ ഇൻ്റർനാഷണലിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാർജ് പോലും വരുന്നില്ല. 1% നമുക്ക് ഫ്യൂവൽ സർചാർജ് വേവറും കൂടി കിട്ടുന്നുണ്ട്. അപ് ടു 500 രൂപയാണ് മാസം നമുക്ക് കിട്ടുക. ഈ കാർഡ് ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ ഒന്നും വരുന്നില്ല. 5x റിവാർഡ് പോയിന്റ്സ് ആണ് നമ്മൾ യൂണി സ്റ്റോർ വഴി വൗച്ചേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ആമസോണിൻ്റെ, ബിഗ് ബാസ്ക്കറ്റിൻ്റെ, സൊമാറ്റോയുടെ ഒക്കെ നമുക്ക് വൗച്ചേഴ്സ് മേടിക്കാനായിട്ട് ഈ ആപ്പിൽ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാർഡ് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് ഈ കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്. ചെയ്യുന്ന ട്രാൻസാക്ഷനൊക്കെ 1% ഗോൾഡ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഗോൾഡിൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് നമുക്കിത് വിൽക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് ഈ കാർഡിൽ വരുന്നുണ്ട്. മൊത്തത്തിൽ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. 1% ആണ് നമുക്ക് ആ കൂടി ക്യാഷ് ബാക്ക് ഗോൾഡായിട്ട് കിട്ടുന്നത്. ബട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോറക്സ് ചാർജസ് ഒക്കെ 0% ആണ് വരുന്നത്. അപ്പോൾ ഇൻ്റർനാഷണലൊക്കെ യൂസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാർഡ് തീർച്ചയായിട്ടും എടുക്കാം. അപ്പോൾ ഈ കാർഡ് എടുക്കാനായിട്ടുള്ള ലിങ്ക്, അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കൂടി ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഈ കാർഡ് എടുക്കാവുന്നതാണ്. ഫിനാൻസ് റിലേറ്റഡ് കണ്ടന്റും അതുപോലെ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.